Amen. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. കർത്താവിന്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം പ്രാർത്ഥിച്ചു തുടങ്ങിയ ഫാസ്റ്റിംഗ് പ്രയറിന്റെയും ബൈബിൾ സ്റ്റഡിയുടെയും രണ്ടാമത്തെ സെഷനിലേക്ക് വരുവാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസൻ പ്രിയ ജോജി പാസ്റ്റർക്കും കുടുംബത്തിനും ദൈവസഭയ്ക്കും പ്രത്യേക വന്ദനം പറയുന്നു. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ രാവിലത്തെ സെഷനിൽ വെളിപ്പാട് പുസ്തകം നമുക്കൊന്ന് തുടങ്ങി വെക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകി. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് യോഹന്നാന്റെ വെളിപ്പാടല്ല, യേശു ക്രിസ്തുവിന് ഉണ്ടായ വെളിപ്പാടാണ്. ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിന് കൊടുത്തു. ക്രിസ്തു അത് ദൂതൻ മുഖാന്തരം യോഹന്നാന് കൊടുത്തു. യോഹന്നാൻ അത് എഴുതി സഭകൾക്ക് നൽകുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ സഭയുടെ ശുശ്രൂഷന്മാർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകം പഠിക്കണമെങ്കിൽ സാമാന്യ ജ്ഞാനം കൊണ്ട് കഴിയുകയില്ല. അതിനൊരു ആത്മീയ വെളിപ്പാടും ദൈവകൃപയും ആവശ്യമാണ്. വെളിപ്പാട് പുസ്തകം എക്കാലത്തും ദാനിയേൽ പ്രവചനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പ്രവചന ഗ്രന്ഥം കൂടെയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകത്തെ മൂന്നായിട്ട് തരംതിരിച്ചു വേണം നാം പഠിക്കാൻ. രാവിലെ നമ്മളത് വേഗത്തിലൊന്ന് ചിന്തിച്ചു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 19-ാമത്തെ വാക്യമാണ് വെളിപ്പാട് പുസ്തക പഠനത്തിന് ആധികാരികമായിരിക്കുന്ന വിഭജനം എന്ന് പറയുന്നത്. സ്തോത്രം. യോഹന്നാൻ പത്മോസ് ദ്വീപിൽ കർത്തൃദിവസത്തിൽ ആത്മഭവിഷ്യത്തിലായപ്പോൾ അവൻ കണ്ടതായ കാര്യം അത് തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെയാണെന്ന് നമ്മൾ പഠിച്ചു. ഓരോ അംഗവർണ്ണനയെ കുറിച്ചും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. ലിമിറ്റഡ് ടൈം ആയതുകൊണ്ട് ഞാൻ അത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. രണ്ടാമത് ഇപ്പോഴുള്ളത്, അതായത് സഭാ കാലയളവ്. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങൾ ഒടുവിലത്തെ വിഭാഗമാണ് മേലാൽ സംഭവിപ്പാനുള്ളത്. വെളിപ്പാട് പുസ്തകത്തിലെ ഏറിയ പങ്കും പ്രവചനങ്ങൾ ഭാവി കാലങ്ങളെ ആസ്പദമാക്കിയാണ്. ദൈവത്തിന് സ്തോത്രം. 4-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെ നീണ്ടു കിടക്കുന്ന വലിയ സംഭവങ്ങളാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ സെഷനിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് the things which are at present, ഇപ്പോഴുള്ളത്. ഈ കാലഘട്ടത്തെ സഭായുഗം എന്ന് പറയാറുണ്ട്, പരിശുദ്ധാത്മാവിന്റെ യുഗമെന്നും പറയാറുണ്ട്. ദൈവമക്കൾ കൂടുതൽ പറയുന്ന കൃപായുഗമാണ്. കാരണം നമ്മൾ ദൈവത്തിന്റെ കൃപ അനുഭവിച്ച ദൈവമക്കളാണ്. ആ യുഗത്തിലാണ് നമ്മൾ പാർക്കുന്നത്. യുഗങ്ങൾ എന്ന സബ്ജക്റ്റ് ഈ വെളിപ്പാട് പുസ്തകം പോലെ തന്നെ എനിക്ക് വളരെ പ്രാധാന്യതയുള്ളത്, ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റാണ്. യുഗങ്ങളെ 7ആയിട്ട് തരംതിരിച്ച് പഠിക്കാം. നിഷ്പാപയുഗം, മനസാക്ഷി യുഗം, മാനുഷിക ഭരണയുഗം, വാഗ്ദത്ത യുഗം, ന്യായപ്രമാണ യുഗം. ഈ 5 യുഗങ്ങളും കഴിഞ്ഞു. 6-ാം യുഗത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അതാണ് കൃപായുഗം. അത് വളരെ വേഗം തീരാൻ പോകുകയാണ്. അതിന്റെ എല്ലാ ലക്ഷണങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒടുവിലത്തെ യുഗമാണ് സഹസ്രാബ്ദ യുഗം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അന്നേരം യോഹന്നാനോട് പറയുകയാണ്, ഇപ്പോഴുള്ള കാര്യങ്ങളെ കുറിച്ച് നീ എഴുതണം. ദൈവത്തിന് സ്തോത്രം. അതായത് എഫെസോസിലെ സഭ മുതൽ ലവോദിക്കയിലെ സഭ വരെ 7 അതിപ്രധാനമായ 7 സഭാ ശുശ്രൂഷകന്മാർക്ക് കൊടുക്കണം എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. 2-3 അധ്യായങ്ങൾ ആ സഭയുടെ പേരുകളും ആ സഭകൾക്ക് ആ പരിശുദ്ധാത്മാവ് എടുത്ത തൂതുകളും കാണാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. അതിന്റെ അർത്ഥം ഏഷ്യ മൈനറിൽ ഈ 7 സഭകളെ ഉള്ളൂ എന്ന് ചിന്തിക്കരുത്. ആ കാലഘട്ടത്തിൽ കൊളോസിയ സഭയുണ്ട്, ഹിരിയാപോളിസ് സഭയുണ്ട്, കൊന്തോസ് സഭയുണ്ട്, പല സഭകളുണ്ട്.
എന്നാൽ ഈ 7 സഭകൾക്ക് പ്രത്യേകാൽ ദൂത് കൊടുത്തതിന്റെ കാരണം, സ്തോത്രം, 7 എന്നത് ഒരു പൂർണ്ണതയെ വെളിപ്പെടുത്തുന്നതാണ്. ഡിവൈൻ നമ്പർ 7 എന്ന് പറയുന്നത് ദൈവസഭയുടെ 7 കാലഘട്ടത്തെയും ഈ ദൂത് വെളിപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. അതായത് 1-ാം നൂറ്റാണ്ടിലെ സഭ മുതൽ കർത്താവിന്റെ വരവ് വരെ ഈ ഭൂമിയിലുള്ള സകല ലോക്കൽ സഭകളെയും മുന്നിൽ കണ്ടുകൊണ്ട് 7 പീരീഡായി തിരിച്ച് ദൈവം തന്ന ദൂതാണ് 7 സഭകൾക്കുള്ള ദൂത്. ദൈവത്തിന് സ്തോത്രം. സഭകൾക്കുള്ള ദൂത് പഠിക്കുന്നതിന് മുൻപ് സഭ എന്താണെന്ന് അറിയുന്നത് നന്നായിരിക്കും. എന്താണ് സഭ? ദൈവിക ഉദ്ദേശത്തിന് വേണ്ടി ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവസഭ. ദൈവസഭ എന്ന് പറഞ്ഞാൽ ഒരു മിസ്റ്ററിയാണ്. കൊലോസിലേഖനത്തിലൊക്കെ പറയുന്നുണ്ട്, അത് പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അത് തന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. എഫേസ്യർ 3-ാം അധ്യായത്തിൽ പൗലോസ് പറയാൻ, വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിയായി വന്നു. അങ്ങനെ സഭ എന്ന് പറയുന്നത് പഴയ നിയമവിശുദ്ധന്മാർക്ക് മറഞ്ഞിരുന്ന ഒരു മർമ്മമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. 3 ദൈവസഭ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ശരീരമാണ്, ബോഡി ഓഫ് ക്രൈസ്റ്റ്. 4 സഭ എന്ന് പറയുന്നത് ചർച്ച് ഈസ് ഗോയിങ് ടു ബി ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ മണവാട്ടിയായി തീരുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു വിഭാഗമാണ് ദൈവസഭ എന്ന് പറയുന്നത്. പുതിയ നിയമസഭയുടെ അക്ഷരീയ ഉത്ഭവം അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 2-ൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ സർവശക്തനായ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ മറഞ്ഞു കിടന്നൊരു സംഭവമായിരുന്നു ദൈവസഭ എന്നുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവസഭയുടെ ഫിസിക്കൽ ഇനാഗുറേഷൻ, ദി ഡേ ഓഫ് പെന്തിക്കോസ്റ്റ്, പെന്തക്കോസ്ത് ദിവസം നടക്കുവാനിടയായി. അന്ന് 3000-ഓളം പേർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. പിന്നെ അത് 5000-ഓളമായി. പിന്നെ ദൈവമക്കൾ എണ്ണത്തിൽ പെരുകി, സഭകളും എണ്ണത്തിൽ പെരുകുവാൻ തക്കോണമിടയായി. ദൈവസഭ, ദൃശ്യമായ സഭയുണ്ട്, അദൃശ്യമായ സഭയുണ്ട്. ദൃശ്യമായ സഭ എന്ന് പറയുന്നത് നാം ഉൾപ്പെട്ടു നിൽക്കുന്ന ലോക്കൽ യൂണിറ്റുകളാണ്. എന്നാൽ അദൃശ്യമായ സഭ എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്ത് ദിനത്തിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ മുതൽ കർത്താവിൻ Praise the Lord. പെന്തക്കോസ്ത് ദിനത്തിൽ ആരംഭിച്ച ദൈവത്തിന്റെ സഭ നൂറ്റാണ്ടുകൾ പിന്നിട്ട്, ഹല്ലേലൂയ, കോടിക്കണക്കിന് വിശുദ്ധന്മാർ ദൈവസഭയുടെ അംഗങ്ങളായി ക്രിസ്തുവിൽ മരിച്ചിട്ടുണ്ട്. പിന്നെ ക്രിസ്തുവിൽ ജീവനോടെ ഇരിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതാണ് യൂണിവേഴ്സൽ ചർച്ച് എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവസഭയുടെ നിലനിൽപ്പിന് പരിശുദ്ധാത്മാവിന്റെ ആലോചന ആവശ്യമാണ്. 7 സഭകൾക്കും ഏഷ്യ മൈനറിൽ പരിശുദ്ധാത്മാവ് റെപ്രസെന്റേറ്റീവായിട്ട് വെളിപ്പെടുത്തി കൊടുത്ത 7 സഭകൾക്കും കർത്താവ് ദൂത് കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ പറയുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേൾക്കാം, ക്ലിയർ ആയിട്ട് കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്നേരം ഇനിയും പറയുന്ന വിഷയം ദൈവമക്കൾ വളരെ ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ട
ഒരു 3 കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. എഴുതിയെടുക്കാൻ ആഗ്രഹിക്കുന്നത് എഴുതിയെടുക്കണം. 7 സഭകൾക്ക് ദൈവം കൊടുത്ത ദൂതുകളിൽ ആ ദൂതിലും വ്യക്തമാക്കുന്ന 3 ആലോചനകളുണ്ട്. There are 3 essential things on the messages of 7 churches. അതിലൊന്ന്, our Lord Jesus Christ is the author of each message. It is a special word from him. Praise the Lord. ദൈവസഭയ്ക്ക് ലഭിക്കപ്പെടുന്ന ദൂതിന്റെ ഉറവിടം എന്ന് പറയുന്നത്, അതിന്റെ ഓദർ എന്ന് പറയുന്നത് ക്രിസ്തു മാത്രമാണ്. ഏതെങ്കിലും ഒരു സഭയിൽ ഒരു പാസ്റ്റർ വചനത്തിൽ നിന്ന് പ്രസംഗിച്ചാലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഹോദരൻ ഒരു വേദഭാഗം വായിച്ചു കേൾപ്പിച്ചാലോ, അതിന്റെ ഉടമസ്ഥാവകാശം എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ പാസ്റ്ററുടെ സ്വന്തമോ വിശ്വാസിയുടെ സ്വന്തമോ അല്ല. Christ is the author of all messages. All message. I mean that this message from the word of God. ഞാൻ പൊളിറ്റിക്കൽ മെസ്സേജിനെ കുറിച്ചും മറ്റുള്ള ജനറൽ മെസ്സേജിനെ കുറിച്ചും ഒന്നുമല്ല പറയുന്നത്. ദൈവവചന ശുശ്രൂഷയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആത്മാവിന്റെ ദൂതിനെ കുറിച്ചാണ് പറയുന്നത്. ദൂതിന്റെ ഉറവിടം മനുഷ്യനല്ല, ദൈവമാണ്. ദൈവശബ്ദമാണ് ദൈവത്തിന്റെ ദൂത്. ഹല്ലേലൂയ. മനുഷ്യന്റെ ശബ്ദമല്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയും, കർത്താവേ ദൈവശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ എന്ന്. സ്തോത്രം. അത് അങ്ങനെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, Christ is the answer for our every problem. നമ്മുടെ സകല പ്രശ്നങ്ങളുടെയും പരിഹാരം ക്രിസ്തു മാത്രം. Jesus Christ is our need and solution. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് കുഞ്ഞെ? ഇന്നത്തെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ പല ആവശ്യങ്ങളുമായിട്ടാണ് നീ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നത്. ദൈവാത്മാവിന് പറയാനുള്ളത്, നിന്റെ സകല പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ, പരിഹാരം തരുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. Last one, Christ is the authority for our lives. We are all answerable to him. നാം ഒരു അധികാരത്തിന്റെ കീഴിലാണ്, നമ്മളൊരു അതോറിറ്റിയുടെ കീഴിലാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ അധികാരം കർത്താവ് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. എന്റെ അർത്ഥം, നമ്മളെ സ്വർഗീയ അധികാരത്തിന്റെ കീഴിൽ ക്രിസ്ത്യ ജീവിതം ചെയ്യുമ്പോൾ we are all answerable to Christ. നമ്മൾ ക്രിസ്തുവിന് കണക്ക് കൊടുക്കേണ്ടവരാണ്. ദൈവത്തോട് നമ്മൾ ഉത്തരം പറയേണ്ടുന്നവരാണ്. ദൈവത്തിന് സ്തോത്രം. 3 കാര്യം മറക്കല്ലേ. ഈ 7 സഭകൾക്കും തത്വത്തിൽ ദൈവം കൊടുത്ത ദൂതിന്റെ 3 പ്രധാന വശങ്ങൾ. സ്തോത്രം. ദൂതിന്റെ ഉടമസ്ഥൻ ദൈവമാണ്. നമ്മുടെ പ്രശ്നത്തിന്റെ പരിഹാരകൻ യേശുവാണ്. നമ്മുടെ ജീവിതത്തിന്റെ അധികാരം ക്രിസ്തുവിനാണ്. ഏറ്റെടുക്കുവാൻ മനസ്സുള്ളവർ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ. സ്തോത്രം. ഒന്നാമത്തെ സഭ എഫെസോസ് സഭയാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 7 വരെ നിങ്ങൾ പിന്നെ വായിച്ചോ, സമയമില്ല. ആ സഭയുടെ ഒരു പ്രത്യേകത, ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്.
പരിശുദ്ധാത്മാവ് ദൂത് ആരംഭിക്കുന്നത് ദൈവം ആരാണെന്ന് പരാമർശിച്ചുകൊണ്ടാണ്. അവർ ഗോഡ് ഈസ് ഓൾ നോയിങ് ഗോഡ്. എല്ലാം അറിയുന്നവരാ നമ്മുടെ ദൈവം. എവസോ സഭയോട് കർത്താവ് പറയുകയാണ്, ഐ നോ യുവർ വർക്ക്സ്. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഞാൻ നിന്റെ പ്രയത്നം അറിയുന്നു. നീ എന്തെല്ലാം എന്റെ നാമത്തിന് വേണ്ടി സഹിച്ചിട്ടുണ്ടോ അത് ഞാൻ അറിയുന്നു. ദൈവഹിതമല്ലാത്തത് പകച്ചിരിക്കുന്ന കാര്യം ഞാൻ അറിയുന്നു. പക്ഷേ ഞാനൊരു കുറവ് പറയാൻ പോവുകയാണ്. യു ഹാവ് എവരിതിങ് ബട്ട് ലവ്. സ്നേഹമൊഴികെ എല്ലാം ഉണ്ട്. സ്തോത്രം. സ്നേഹമൊഴികെ എല്ലാം ഉണ്ട്. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. എഫെസോസ് സഭയ്ക്ക് എത്ര കുറ്റമുണ്ടായിരുന്നു? എല്ലാരും ഒന്ന് പറഞ്ഞേ പ്ലീസ്, അറിയാവുന്നവര്. എഫെസോസ് സഭയ്ക്ക് എത്ര കുറ്റമുണ്ടായിരുന്നു? ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. അന്നേരം എഫെസോസ് സഭയ്ക്ക് എത്ര കുറ്റമുണ്ടായിരുന്നു? എല്ലാവരുടെയും മ്യൂട്ട് ചെയ്തിരിക്കുക, അതുകൊണ്ടാണ് തിരിച്ചു പറയാൻ പറ്റാത്തത്. എന്നാൽ കേൾക്കാമല്ലോ. അവർ ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് പറഞ്ഞേ. സ്തോത്രം. എഫെസോസ് സഭയ്ക്ക് നാം ചിന്തിക്കുന്ന പോലെ ഒരുപാട് കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു. ഒറ്റ കുഴപ്പമേ ഉള്ളായിരുന്നു. അതെന്താണെന്നറിയാമോ? ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. ദൈവജനം പഠിക്കുന്ന വേദവിദ്യാർത്ഥികളോട്, ദൈവമക്കളോട് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അനേക എടുത്തു പറയത്തക്ക നന്മകളും പ്രശംസകളും എഫെസോസ് സഭയ്ക്കുണ്ടായിരുന്നു. എങ്കിലും ഈ ഒരു കുറവ് ആ നന്മകളുടെ കൂട്ടത്തിൽ അങ്ങ് മാഞ്ഞു പൊക്കൊള്ളട്ടെ, അത് കണക്കിടണ്ട എന്ന് ദൈവം വെച്ചില്ല. നമ്മളാണ് ഇങ്ങനെ ചിന്തിക്കുവാനുള്ള അനേക ഗുണങ്ങളുണ്ടല്ലോ, ആ കുറവ് വിട്ടുകളയാം. അത് മനുഷ്യന്റെ സ്വഭാവമാണ്. എന്നാൽ ഒരൊറ്റ കുറവേ ഉള്ളെങ്കിലും, ഒരു തെറ്റേ ഉള്ളെങ്കിലും, തെറ്റ് തന്നെയാണ്, കുറവ് തന്നെയാണ്. കുറവ് വന്ന സഭയോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്വി. എന്താണ് ഇതിന്റെ അർത്ഥം? ഒരു കുറവേ ഉള്ളെങ്കിലും അത് പരിഹരിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഈ വാസപ്രാർത്ഥനയിൽ ചില കുറവുകൾ പരിഹരിക്കപ്പെടുന്ന മണിക്കൂറാണ്. ഒരു വാഹനം വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ, അതിന്റെ കുറവുകൾ പരിഹരിക്കുന്ന പോലെ, വീണ്ടെടുക്കപ്പെട്ട ദൈവസ്ഥൽ 3 ദിവസം വേറിട്ട് പ്രാർത്ഥിച്ച് ഉപവസിച്ച് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില കുറവുകൾ പരിഹരിക്കപ്പെടാൻ പോവുകയാണ്. നിന്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അല്ലാതെ ക്ഷമ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അല്ലാ ദേവദാസിനോടുള്ള നിന്റെ ആത്മാർത്ഥത നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർക്കണം. Turn from your sin, then do the first task. ആദ്യത്തെ പ്രവൃത്തി ചെയ്യണം. നമുക്കറിയാം, ഏതാണ്ട് 30 ലക്ഷം വരുന്ന മഹാപുരുഷാരമായ ഇസ്രായേൽ ജനം ശപഥാർപ്പിത വസ്തു എടുക്കരുതെന്ന് തിരുവോക്കോട്ട പിടിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം ദൂത് കൊടുത്തു. എന്നാൽ ആരും അറിയാതെ യഹൂദാ ഗോത്രത്തിൽപ്പെട്ട ആഖാൻ ആ ശപഥാർപ്പിത വസ്തു എടുത്ത് കുഴിച്ചിട്ടു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ചെറിയ പട്ടണമായ ഹായിയുടെ മുമ്പിൽ അവർ തോറ്റുപോയി.
വലിയ വിജയങ്ങളൊക്കെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം, വലിയ രോഗങ്ങൾ പ്രാർത്ഥിച്ചു മാറിയേക്കാം. പക്ഷേ ചെറിയ വിഷയത്തിന് മുമ്പിൽ നീ പതറിപ്പോകുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? എവിടെയോ വിട്ടുമാറാത്ത മുറുകെ പറ്റുന്ന പാപം കിടപ്പുണ്ട്. യു കം ബാക്ക് ടു ദ ലോർഡ്. എല്ലാവരും അപ്പോസ്തലന്മാരുടെ പാദപീഠത്തിൽ തങ്ങളുടെ വസ്തുവകളൊക്കെ വിട്ടുകൊണ്ടു കൊടുത്തപ്പോ അനന്യാസും സഫീറയും വസ്തു വിറ്റതോ കൊടുത്തതോ ഒന്നും അല്ല അടുത്ത പ്രശ്നം. പത്രോസിനോട് പറഞ്ഞു, ഞങ്ങൾ ഇത്രയ്ക്കാണ് വസ്തു വിറ്റത്. ഒരു കൊച്ചു കള്ളം പറഞ്ഞു. ജീസസ് പരിശുദ്ധാത്മാവിനോട് നീ വ്യാജം കാണിക്കില്ലെന്ന് പറഞ്ഞു. അവിടെ വെച്ച് അനന്യാസും സഫീറയും ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ട ചരിത്രം പ്രവൃത്തി 5-ാം അധ്യായത്തിലുണ്ട്. ഞാൻ അത് വിശദീകരിക്കുന്നു. സ്തോത്രം. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, പാപത്തെ ബലഹീനതയായി കാണല്ലേ, കള്ളം പറയുന്നത് നിസ്സാരമായി കാണല്ലേ. ദൈവാത്മാവിന് പറയാനുള്ളൊരു സത്യം ഞാൻ പറയാം. എഫെസോസ് സഭയ്ക്കാണ് ഈ ദൂത് കൊടുത്തതെങ്കിലും അതിന്റെ ഒടുവിലത്തെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതിന്റെ അർത്ഥം ഈ ദൂത് ചെവിയുള്ള സകല വിശ്വാസികൾക്കും നൽകിയ ദൂതാണ്. അതുകൊണ്ട് എഫെസോസ് സഭയ്ക്ക് മാത്രമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. സകല സഭകളോടുമുള്ള സന്ദേശമാണ്. ഇതിന് പറയുകയാണ്, ജയിച്ചാൽ ജയിക്കുന്നവന് ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കിട്ടും. ആദവന് ഹവ്വയ്ക്കുമ്പോൾ കിട്ടാത്ത ഈ വൃക്ഷത്തിന്റെ ഫലം പ്രിയ കുഞ്ഞേ നിനക്ക് ലഭിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഒറ്റ കാര്യം, തോൽക്കാതെ ജീവിച്ചാൽ നിത്യതയിൽ ദൈവത്തോടുകൂടെ പർദീസയിൽ അനന്തയുഗം പാർക്കുവാൻ കഴിയും. ഹല്ലേലൂയ. കരമൊരുത്തി ദൈവത്തെ സ്തുതിച്ചാണ്. സ്തോത്രം. 2-ാമത്തെ സഭ സ്മിർന്ന സഭയാണ്. സ്തോത്രം. സ്മിർന്ന എന്ന വാക്കിന്റെ അർത്ഥം കയ്പെന്ന. പേര് പോലെ തന്നെ കയ്പിന്റെ അനുഭവങ്ങൾ കൂടെ കടന്നുപോയ ഒരു സഭയായിരുന്നു സ്മിർന്ന സഭ. ഏഷ്യ മൈനറിലുള്ള 7 സഭകളുടെ ദൂത് പരിശോധിച്ചാൽ സ്മിർന്ന സഭയ്ക്കും ഫിലദൽഫിയ സഭയ്ക്കും എടുത്തു പറയത്തക്ക ഒരു കുറ്റവും പരിശുദ്ധമോ കാണുന്നില്ല. എങ്കിലും ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. ദൈവം കേൾക്കുന്നവരോട് ഈ വൈകികളെ ഞാൻ പറയട്ടെ, ഒരുപക്ഷെ എടുത്തു പറയത്തക്ക ഒരു കുറ്റവും ദൈവാത്മാവിന് നിന്നെ കുറിച്ച് പറയാൻ ഇപ്പോൾ ഇല്ലായിരിക്കാം, അല്ല മറ്റാർക്കും ഇല്ലായിരിക്കാം. പക്ഷെ ഒരു മുന്നറിയിപ്പ് ദൈവാത്മാവ് നൽകുകയാണ്. ജയിക്കുന്നവര് 2-ാം മരണത്താൽ ദോഷം വരികയില്ല. ജയിക്കുന്നവനെ ആലയത്തിന് തൂണാക്കും. എന്താണ് ഇതിന്റെ അർത്ഥം? എടുത്തു പറയത്തക്ക ഒരു കുറവും നിന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിലും സ്തോത്രം, തോൽക്കുവാൻ സാധ്യതയുള്ള, പരാജയപ്പെടുവാൻ സാധ്യതയുള്ള ഒരു പോർക്കളത്തിലാണ് ഞാനും നീയും പാർക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഒരു തെറ്റും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് സ്വയം പ്രശംസയും അതേ ആത്മാഭിമാനവും അതേ സ്വയ നികളുമായിട്ട് യാത്ര ചെയ്യുവാൻ ആർക്കും ഇടവരരുത്. The Spirit of the Lord gives certain warnings to the seven churches.
ഏഴ് സഭകൾക്കും മുന്നറിയിപ്പുകൾ കൊടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2-ാം അധ്യായം 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു സഹായിക്കാമോ? വെളിപ്പാട് 2:9 വേഗത്തിൽ. ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നു താനും തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. ആമേൻ. ഇവിടെ ദൈവാത്മാവ് പറയുകയാണ് സ്മുർന സഭയോട്, God knows your tribulation. God knows your poverty. God knows your blasphemy. നിന്റെ ദാരിദ്ര്യവും നിനക്കെതിരെയുള്ള ദൂഷണവും നിന്റെ ഉപദ്രവവും എല്ലാം കർത്താവ് അറിയുന്നുണ്ട്. Don't fear about what you are going to suffer. നീ എന്താണോ ഫേസ് ചെയ്യാൻ പോകുന്നത്, നീ എന്താണോ സഹിക്കാൻ പോകുന്നത്, നീ പേടിക്കണ്ട. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ നിന്റെ ദാരിദ്ര്യം അറിയുന്നെന്ന് പറഞ്ഞിട്ട് അവിടെ ധനവാനാകുന്നൊരു പദമുണ്ട്. ഇന്ന് പലതിലും കഷ്ടമോ ഞെരുക്കമോ ഭാരമോ ദുഃഖമോ ഒക്കെ ജീവിതത്തിൽ കാണാം. എന്നാൽ അതിനകത്ത് ദൈവാത്മാവ് പറയുന്നത്, നിനക്ക് കഷ്ടതയുണ്ടെങ്കിലും നിനക്ക് നിന്ദയുണ്ടെങ്കിലും പലതിലും നിനക്ക് പോരായ്മകൾ ഉണ്ടെങ്കിലും നിരാശപ്പെടരുത്. നീ ധനവാനാണ്. എങ്ങനെ? യു ആർ റിച്ച് ഇൻ ക്രൈസ്റ്റ്. നീ ക്രിസ്തുവിൽ സമ്പന്നനാണ്. ഹല്ലേലൂയ. അതിന്റെ നന്മ നിനക്ക് കിട്ടും. എപ്പോഴാ? ഭൂതലത്തിലെന്നും വരുവാൻ പോകുന്ന പരീക്ഷാകാലത്തിൽ ദൈവം നിന്നെ കാക്കും. The great tribulation will be started after the coming of our Lord Jesus Christ. കർത്താവിന്റെ വരവിന് ശേഷം മഹോപദ്ര കാലഘട്ടം ആരംഭിക്കാൻ പോകുകയാണ്. നാം ഭയപ്പെടേണ്ട. We will be taken up from the tribulation. മഹോദയത്തിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം നമ്മെ ഇവിടുന്ന് സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടുവാനിടയായിത്തീരും. കർത്താവ് പറയാണ്, be faithful even unto the death. മരണപര്യന്തം നീ വിശ്വസ്തനായിരിക്കുക. സ്നാനപ്പെട്ടിട്ടുള്ള ദൈവദാസന്മാർക്കറിയാം, ദൈവമക്കൾക്കറിയാം. ദൈവദാസന്മാർ നമ്മളെ വെള്ളത്തിൽ മുക്കി പൊക്കിയതിനു ശേഷം തലയിൽ കൈവച്ചിരിക്കുന്ന പറഞ്ഞു, മരണപര്യന്തം വിശ്വസ്തനായിരിക്ക, എന്നാൽ ജീവകിരീടം നീ പ്രാപിക്കും. ഹല്ലേലൂയ. ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും വിശ്വസ്തയോടെ നിന്നാൽ രണ്ടാം മരണത്താൽ അവന് ദോഷം വരികയില്ല. സ്തോത്രം. ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. ഈ രണ്ടാം മരണം വെളിപ്പാട് 20:14 കിടപ്പുണ്ട്. രണ്ടാം മരണം എന്ന് പറയുന്നത് നരകമാണ്, നിത്യദണ്ഡനമാണ്. മറന്നുപോകരുത്. ദൈവത്തിന് സ്തോത്രം. ഒരുപാട് വിശദീകരിപ്പാൻ സമയമില്ലാത്തതുകൊണ്ട് കമ്പിപാലകൾ പോലെ പറഞ്ഞു പോകുക. ഒരുപാട് ഭാഗങ്ങൾ തീർക്കണമല്ലോ. മൂന്നാമത്തെ പെർഗമോ സഭ. ഓരോ ദൂതിന്റെയും തുടക്കം പരിശോധിച്ചാൽ എപ്രകാരമാണോ യോഹന്നാന് കർത്താവായ യേശു ക്രിസ്തു തേജസ്കരിക്കപ്പെട്ട നിലയിൽ അംഗപ്രത്യംഗമായി വെളിപ്പെട്ടത്, അതുപോലെ ആ ദൂത് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. സ്തോത്രം. പെർഗമോ സഭയോട് പറയുകയാണ്, ഐ നോ യുവർ ഡ്വെല്ലിംഗ് പ്ലേസ്. ഈ പാർക്കുന്ന ഇടം ഞാൻ അറിയുന്നു. അത് സാത്താന്റെ സിംഹാസനമുള്ള ഇടമാണ്. പക്ഷേ നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. ഭയങ്കര വിശ്വാസമുള്ളവരാ.
അവരെ നയിച്ച അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും, അന്തിപ്പാസ് രക്തസാക്ഷിയായിട്ട് മരിച്ച കാലത്ത് പോലും വിശ്വാസത്തിൽ ഉറച്ചു നിന്നവരാ. പക്ഷെ കുറച്ച് കുറ്റം പെർഗമോസ് സഭയെ കുറിച്ച് പറയുന്നുണ്ട്. വിഗ്രഹാർപ്പിതം തിന്നുന്നവരായി, ദുർനടപ്പ് ആചരിക്കുന്നവരായി. ചിലർ പറയുന്നത് കേട്ടില്ലേ, പൗലോസ് പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാം സ്തോത്രം ചെയ്ത് കഴിച്ചോളാൻ. സ്തോത്രം. ദൈവവചനത്തെയൊക്കെ തെറ്റായി കോട്ടിമാട്ടി കളയുന്ന ഒരുപാട് പേരുണ്ട്. ഇവിടെ ഇതൊരു ബിലയാമിന്റെ ഉപദേശമായിട്ടാണ് പരിശുദ്ധന്മാർ പറയുന്നത്. വിഗ്രഹാർപ്പിതം തിന്നാനും ദുർനടപ്പ് ആചരിപ്പാനും നിക്കോലാവരുടെ ഉപദേശം ഇതൊക്കെ അനുഷ്ഠിക്കാൻ ജനം മനസ്സ് വെച്ചത് ബിലയാമിന്റെ ഉപദേശത്തിന് ചോട് പിടിച്ച. നിങ്ങൾ സമയം പോലെ സംഖ്യാപുസ്തകം 25-ാം അധ്യായം വായിക്കണം. മോവാബ് രാജാവായിരിക്കുന്ന ബാലാഖ് പ്രവാചകനായ ബിലയാമിനെ കൂട്ടുപിടിച്ച് ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ താല്പര്യപ്പെട്ടു. എന്നാൽ ദൈവം അനുവദിച്ചില്ല. ശാപം മുഴുവൻ അനുഗ്രഹമായി. ഉടനെ ബിലയാമിന് സഹിച്ചില്ല. കൂലി കൊതിച്ചു, പണം മോഹിച്ചു, സ്ഥാനം മോഹിച്ചു ഒക്കെ ദൈവജനത്തെ ശപിക്കാൻ ചെന്ന ആ ബിലയാം ലജ്ജിച്ചു പോയി. ഉടനെ നമ്മൾ ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഞാൻ അവനിട്ടൊരു പാര വെച്ചു, അല്ലെ അവൻ എനിക്കിട്ടൊരു പാര വെച്ചു എന്ന് പറഞ്ഞോളൂ. നല്ല നമ്പർ 1 പാര ബിലയാം ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്തു. ഇസ്രായേൽ ജനം ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്നാനുമുള്ള ഒരു കളം ഒരുക്കി കൊടുത്തു. ഞാനത് വിശദീകരിക്കുന്നില്ല. നിങ്ങൾ സംഖ്യാപുസ്തകം 25-ാം അധ്യായം വായിച്ചാൽ മതി. അങ്ങനെ ഇസ്രായേൽ ജനത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു. അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. സ്തോത്രം. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എന്ത് ചെയ്തു? ജനം അശുദ്ധി പ്രവർത്തിച്ചു, അവിഹിതമായി പ്രവർത്തിച്ചു. അങ്ങനെ പരാജയം സംഭവിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവം ഏറ്റവും വെറുക്കുന്ന പാപമാണ് വിഗ്രഹാരാധന. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ വിഗ്രഹാരാധനയും അതുപോലെ തന്നെ ദുർനടപ്പും ഏത് സഭയിലുണ്ടായിരുന്നു? പെർഗമോസ് സഭയിലുണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞു, നീ മാനസാന്തരപ്പെട്ടാൽ അല്ലെങ്കിൽ നിന്നെ ഞാൻ ന്യായം വിധിക്കും. നീ ജയിച്ചാൽ നിനക്ക് മന്ന കിട്ടും. നീ ജയിച്ചാൽ നിനക്ക് വെള്ളക്കല്ല് കിട്ടും. നീ ജയിച്ചാൽ നിനക്ക് പുതിയ പേര് കിട്ടും. സ്തോത്രം. പുരാതന കാലഘട്ടങ്ങളിൽ ഗ്രീസിലൊക്കെ സ്പോർട്സിൽ ജയിക്കുന്നവർക്ക് കിട്ടുന്ന സവിശേഷമായ പ്രതിഫലങ്ങൾ അക്കമിട്ട് പറഞ്ഞാണ് ഈ കാര്യങ്ങൾ ഓർപ്പിക്കുന്നത്. അതിന്റെ അർത്ഥം ക്രിസ്ത്യ ജീവിത ഒരു ഓട്ടക്കളമാണ്. വിശുദ്ധിയോടെ ഓടിയാൽ, ഉപദേശത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിച്ചാൽ നമുക്ക് തരേണ്ട നന്മകൾ, പ്രതിഫലങ്ങൾ ഒന്നും മുടങ്ങിപ്പോവുകയില്ല. കരമൊഴി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. 4-ാമത്തെ സഭയാണ് തുയഥൈര സഭ. 2-ാം അധ്യായം 18 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വിശാലമായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. എന്താണ് യോഹന്നാൻ കണ്ടത്? ക്രിസ്തുവിനെ കുറിച്ച് അത് ഇവിടെയും വെളിപ്പെടുത്തിയിരിക്കുക. തന്റെ കണ്ണ് അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവൻ. തന്റെ കാല് വെള്ളോട്ടിന്റെ സദൃശ്യമായ കാല്. ദൈവത്തിന്റെ സ്തോത്രം.
പെർഗമോസ് സഭയുടെ ഒരു പിന്തുടർച്ചയായി ഈ സഭയും മാറിപ്പോയി. എല്ലാ ദോഷങ്ങളുമുള്ള ഒരു സഭ, വിഗ്രഹാർപ്പിതം, ദുർനടപ്പ്, വ്യഭിചാരം എല്ലാം അവിടെ ഉണ്ട്. നമ്മുടെ ആത്മീയ മണ്ഡലങ്ങളിലും ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചില ഇടങ്ങളിലുണ്ട്. അവരെ ഓർത്ത് നമുക്ക് ദുഃഖിക്കുകയും അവർ മടങ്ങി വരവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 2-ാം അധ്യായം 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, തുയഥേര സഭയിലുള്ള ദോഷം ചെയ്യുന്നവർക്ക് മാനസാന്തരപ്പെടാൻ ദൈവസമയം കൊടുത്തു. പക്ഷെ അവർ മാനസാന്തരപ്പെട്ടില്ല. അതിന് 24-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 24. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തുയഥൈരയിലെ ശേഷം പോരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. നോക്കണം, ഇത്ര ദോഷങ്ങൾ ഉള്ള ഒരു കൂട്ടമാണെങ്കിലും ഒരു മൈനോറിറ്റി അവിടെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ദോഷത്തിലൊന്നും പങ്കുകൊള്ളാതെ ഒരു ചെറിയ കൂട്ടമുണ്ടായിരുന്നു. രാത്രിയിൽ ദൈവവചനം ശ്രദ്ധിക്കുന്ന ദൈവങ്ങളോട് എനിക്ക് പറയാനുണ്ട്, ആത്മീയ മണ്ഡലങ്ങളിൽ പോലും വിഗ്രഹാരാധനയും ദുർനടപ്പും 7-ാം കൽപ്പന ലംഘനമൊക്കെ വർദ്ധിച്ചു വരുന്ന ഇന്നത്തെ തലമുറയിൽ ഒരു ശേഷിപ്പ് അവിടെ ഇവിടങ്ങളായി കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നുണ്ട്. അതിലൊരു കൂട്ടരാണ് നമ്മൾ. സത്യമെങ്കിൽ കരമൊരു ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ജയിക്കുന്നവന് അധികാരം കൊടുക്കുന്ന ദൈവം, ഉദയ നക്ഷത്രം കൊടുക്കുന്ന ദൈവം. ആരാണ് ഈ ഉദയ നക്ഷത്രം? 1 പത്രോസ് കർത്താവായ യേശുക്രിസ്തുവാണ് ഈ ഉദയ നക്ഷത്രം. ദൈവത്തിന് സ്തോത്രം. ജയിക്കണം. താങ്ക് യു ലോർഡ്. 5-ാമത്തെ സഭ സർദീസ് സഭ. ഈ സർദീസ് സഭയുടെ പ്രത്യേകത, ഇതിന് പേരിൽ മാത്രമേ ജീവനുള്ളൂ. പക്ഷേ മരിച്ച അവസ്ഥയാണ്. ഇന്ന് പല സഭകളും പെന്തക്കോസ് സഭകളാണെന്ന് ലേവലേ ഉള്ളൂ. പെന്തക്കോസിന്റെ നാവായിരിക്കുന്ന പരിശുദ്ധാത്മാവില്ല, അന്യഭാഷയില്ല, കൃപാവരങ്ങളില്ല, പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പില്ല. ജീസസ്. ദൈവാത്മാവ് സർദീസ് സഭയോട് പറയുകയാണ്, നിന്റെ പേര് ജീവനുള്ളതാണ്, പക്ഷെ നിന്റെ സ്വഭാവം മരിച്ച നിലയിലാണ്. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. എന്നെ കേൾക്കുന്ന ദൈവവേദലേ, എവിടെങ്കിലും ഒരു ചെറിയ തീപ്പൊരി ഉണ്ടെങ്കിൽ, കെടാറായ ഏതെങ്കിലും ഒരു കനൽ എവിടെങ്കിലും കിടപ്പുണ്ടെങ്കിൽ, ഈ ബൈബിൾ ക്ലാസ് കൊണ്ട് അതിനെ ഊതി കത്തിക്കണം. ചാവാറായ ശക്തികളെ സ്തോത്രം പറയാൻ നിന്റെ നാവിന് ശക്തിയില്ലെങ്കിൽ ഇന്ന് ശക്തി പ്രാപിക്കണം. കൈയടിപ്പാൻ നിന്റെ കൈക്ക് കഴിയത്തില്ലെങ്കിൽ ഇന്ന് കൈയടിക്കണം. ദൈവവചനം കേൾക്കാൻ നിന്റെ കാതുകൾ സമ്മതിക്കുന്നില്ല, ഇന്ന് മടങ്ങി വരണം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിലുണ്ട്. അങ്ങനെയുള്ളവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുയഥൈര സഭയിലും സർദീസ് സഭയിലും ഒക്കെ ഒരു ന്യൂനപക്ഷം ഉണ്ടായിരുന്നു. ഇന്ത്യയിലും അങ്ങനെ ഒരു ന്യൂനപക്ഷമുണ്ട്, മിഡിൽ ഈസ്റ്റിലും അങ്ങനെ ന്യൂനപക്ഷമുണ്ട്, ആസ്ട്രേലിയയിലും അങ്ങനെ ഒരു ന്യൂനപക്ഷമുണ്ട്. സന്തോഷമുണ്ടെങ്കിൽ എന്റെ കൂടെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ട്.
സ്തോത്രം. താങ്ക് യു ലോർഡ്. ഉറങ്ങിപ്പോകരുത്, ഉറങ്ങിപ്പോകരുത്. സർദീസ് സഭ ഉറങ്ങിപ്പോയി, മയങ്ങിപ്പോയി. സ്തോത്രം. നമുക്കറിയാം, ശിംശോൻ ഒരിക്കൽ ഉറങ്ങുവാൻ പാടില്ലാത്തൊരു സ്ഥലത്ത് ഉറങ്ങി. അതുകൊണ്ട് സംഭവിച്ച ദോഷങ്ങൾ നമുക്കറിയാം. അവന്റെ ആത്മീയവും പോയി, അവന്റെ ഭൗതികവും പോയി, അവന്റെ ശാരീരിക സ്ഥിതിക്കും വ്യത്യാസം വന്നു. സ്തോത്രം. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്ന ലക്ഷ്യത്തിൽ നിന്ന്, ദൗത്യത്തിൽ നിന്ന് നീ വ്യതിചലിച്ച് ചില മടിയിൽ, ചില സുഖ സൗകര്യങ്ങളിൽ, ചില സ്ഥാനമാനങ്ങളിൽ, ചില അധികാരങ്ങളിൽ നീ ഉറങ്ങിയാൽ നിന്നെ രക്ഷിക്കുവാൻ ആർക്കും കഴിയില്ല. സ്തോത്രം. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുവാനുള്ള ആഹ്വാനം ഇന്ന് ഈ വൈവേളയിൽ ദൈവസഭ ഏറ്റെടുക്കട്ടെ. ഒരു പ്രവാചകൻ ഉറങ്ങിപ്പോയി. മറ്റാരുമല്ല, യോന. യോനയുടെ ഉറക്കം കപ്പലിനെ ഇളക്കി. പാവം പിടിച്ച യാത്രക്കാരുടെ സാമഗ്രികളെല്ലാം കടലിൽ വലിച്ചെറിഞ്ഞു. എത്ര നഷ്ടം! ദൈവവൈതലേ, അനുസരണക്കേട് കാണിച്ചിട്ട് നീ ഉറങ്ങിപ്പോയാൽ നീ മുഖാന്തരം അനേകം നന്മ നഷ്ടപ്പെട്ടു പോകും. ദൈവസഭയ്ക്ക് ഭാരമായി തീരരുത്. പെന്തക്കോസ്ത് കോളത്തിന് അപമാനം സംഭവിക്കരുത്. സ്തോത്രം. ഉറങ്ങാൻ അല്ല ദൈവം നിന്നെ വിളിച്ചത്. കർത്താവിന്റെ വരവരെ ഉണർന്നിരിക്കാനാ വിളിച്ചത്. ശാരീരിക ഉറക്കത്തെ കുറിച്ചല്ല ഞാനീ പറയുന്നത്. സ്തോത്രം. ഗതസമനാ തോട്ടത്തിൽ അതെ, ഉണർന്ന് പ്രാർത്ഥിപ്പാൻ എന്റെ യേശു കരേറിപ്പോയി. ശിഷ്യന്മാരെ ഒരു സ്ഥലത്തിരുത്തിയിട്ട് യേശു പോയി പ്രാർത്ഥിച്ച് കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വന്നു. പത്രോസ് ഉറങ്ങുകയാണ്. ഒരു ചോദ്യം ചോദിച്ചു, നിനക്ക് എന്നോടുകൂടെ ഉണർന്നിരിപ്പാൻ ഒരു നിമിഷം ഉണർന്നിരിപ്പാൻ കഴിയും? അനേക അപ്പോസ്തലന്മാർ ഉറങ്ങിക്കൊണ്ടിരിക്കുക. സ്തോത്രം. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടവര്, ആയിരക്കണക്കിന് പേരുകൾ ഒരു പ്രസംഗത്തിൽ രക്ഷിക്കപ്പെടേണ്ട ജീവിതങ്ങളൊക്കെ മയങ്ങി ഉറങ്ങി തൂങ്ങുകയാ. ഈ കോവിഡ് കാലം ഉറങ്ങാനുള്ള കാലമല്ല, ഇത് ഉപവസിപ്പാനുള്ള കാലമാണ്, വചനം പഠിക്കാനുള്ള കാലമാണ്, ആരാധിപ്പാനുള്ള കാലമാണ്. ജീസസ്. പത്രോസ് ഉറങ്ങിയതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കേൾക്കണോ? അവന്റെ ഗുരുവിനെയും അവന്റെ യജമാനനുമായിരുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെയും തള്ളിക്കളഞ്ഞു. സ്തോത്രം. യേശുവിനെ ഡിനേ ചെയ്തു. സ്തോത്രം. നീ ഉണരേണ്ട സ്ഥാനത്ത് ഉറങ്ങിപ്പോയാൽ, സ്തോത്രം, നീ പെന്തക്കോസ്ത് കോളത്തെ ചിലപ്പോൾ തള്ളിക്കളയും, യേശുവിനെ തള്ളിക്കളയും. നമുക്കറിയാം, ഒരിക്കൽ യേശുവിന് വേണ്ടി നിന്നവർ, പുതിയ നിയമസഭയ്ക്ക് വേണ്ടി വാദിച്ചവർ, പ്രസംഗിച്ചവർ, ഇപ്പോൾ നേരെ തിരിഞ്ഞ് പല ഉപദേശങ്ങളും പറഞ്ഞു വരുത്തുക. കാരണം അവന്റെ അകത്തെ മനുഷ്യൻ, അങ്ങനെയുള്ള അകത്തെ മനുഷ്യൻ ചത്തുപോയി. ജീസസ്. ഇപ്പം വിശ്വാസ സ്നാനവും ശിശു സ്നാനവും തമ്മിൽ തിരിച്ചറിയാതെ പോയി. തിരുവത്താഴവും കുർബാനയും തമ്മിൽ തിരിച്ചറിയാതെ പോയി. ദൈവമക്കൾ ആരാണെന്നും ദൈവമക്കൾ അല്ലാത്തവരാരാണെന്നുള്ള കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോയി.
രക്ഷിക്കപ്പെടുക എന്നുള്ള പദം പോലും അലർജിയായി പോയി. കാരണം എന്നാണെന്നറിയാമോ? സ്തോത്രം. ശിംശോൻ ഉറങ്ങിപ്പോയത് ഒരു ദലീലായുടെ മടിത്തട്ടിലാണെങ്കിൽ അതുപോലെ ചില മടിത്തട്ടിൽ ചിലർ ഉറങ്ങുകയാ. പേര് മറ്റു പലതുമാണെന്നേ ഉള്ളൂ. ഈ ലോകത്തിന്റെ സുഖ സൗകര്യങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന വിശ്വാസികളെന്ന് നാമമുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിന്റെ ചാവാറായ ശേഷിപ്പുകളെ നീ ശക്തീകരിക്കുന്നില്ലെങ്കിൽ ആ തീ അണഞ്ഞു പോകും, പിന്നെ അത് കത്തിക്കുവാൻ കഴിയില്ല. ദാവീദ് പറയുന്ന പോലെ ഒന്ന് വിളിച്ചു പറയാമോ? ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ. ഇവിടെ സർദീസ് സഭയോട് പറയുകയാണ്, നീ ജയിച്ചാൽ ജയിക്കുന്നവന് ഞാൻ വെള്ള ഉടുപ്പ് കൊടുക്കും. സ്തോത്രം. ജയിച്ചവന്റെ ഡ്രസ് കോഡ് ആ വെള്ള ഉടുപ്പ്. അയ്യോ, ഇന്നത്തെ ആത്മീയ മണ്ഡലങ്ങളിൽ വെള്ള ഇടുന്നത് എന്തോ ക്രിറ്റിസിസമാ. എന്ത് വിട്ടാൽ നല്ലതല്ലെന്നാ പറയുന്നത്. കറുപ്പിട്ടാലെന്ന, ചുമപ്പിട്ടാലെന്ന, ഒന്നും ഇട്ടില്ലേലെന്ന. ദൈവം ഹൃദയമാ നോക്കുന്നതെന്ന് പറഞ്ഞ് വാദിക്കുന്ന നൂറുകണക്കിന് ആളുകളെ കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പോസ്തലനായ പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട്, യോഗ്യമായ വസ്ത്രം ധരിച്ച്. ഒരു ദൈവ പൈതൽ യോഗ്യമായ വസ്ത്രം ധരിക്കണം. നഗ്നത കാണാത്ത വസ്ത്രം ധരിക്കണം. വിശുദ്ധിക്ക് ചേർന്ന വസ്ത്രം ധരിക്കണം. എപ്പോഴും വെള്ള ധരിച്ചോട് നടക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പോലീസുകാരനൊരു യൂണിഫോം ഉണ്ട്, അഡ്വക്കേറ്റിനൊരു യൂണിഫോം ഉണ്ട്. സ്തോത്രം. ഓരോ കമ്പനിക്കും ഒരു ഡ്രസ് കോഡ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ദൈവസഭയ്ക്ക് ഒരു ഡ്രസ് കോഡും ഇല്ലെന്ന് ആരും ചിന്തിക്കരുത്. ശുശ്രൂഷകനൊരു ഡ്രസ് കോഡ് ഉണ്ട്, വിശ്വാസിക്ക് ഒരു ഡ്രസ് കോഡ് ഉണ്ട്. നിന്നെ നിന്ദിക്കുവാൻ ഒരു ശക്തി അനുവദിക്കരുത്. ജീസസ്, താങ്ക് യു ലോർഡ്. സ്തോത്രം. ജയിക്കുന്നവനെ ജീവപുസ്തകത്തുനിന്ന് പേര് മായ്ക്കത്തില്ല. തോക്കുന്നവന് എല്ലാം പേര് പോവും. സ്തോത്രം. കർത്താവേ സ്തോത്രം, സ്തോത്രം. ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഈ വക്രതയുള്ള തലമുറയിൽ ജയിപ്പാനുള്ള കൃപ തരണമേ. ഒരു കുറവുമില്ലെങ്കിലും ജയിപ്പാൻ ഒരു കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചാട്ട്. ജീസസ്. ആറാമത്തെ സഭയാണ് ഫിലദൽഫിയ സഭ. 3-ാം അധ്യായം 7 മുതൽ 13 വരെ നമുക്ക് കാണാൻ കഴിയും. ഈ സഭയ്ക്ക് പരിശുദ്ധാത്മാവ് ഒരു കുറവും പറയുന്നില്ല. പക്ഷേ സ്തോത്രം, ഒരു കുറവില്ലെങ്കിൽ ഞാൻ മുമ്പേ ഓർപ്പിച്ച പോലെ ജയിക്കണമെന്ന് പറയുന്നുണ്ട്. ഈ സഭയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? സ്തോത്രം. ഈ സഭയുടെ പ്രത്യേകത, ഈ സഭയ്ക്ക് അല്പമേ ശക്തിയുള്ളൂ. പക്ഷെ വചനം കാക്കാൻ ആ ശക്തി മതിയായിരുന്നു. ദൈവമക്കളെ, ഒത്തിരി കൃപാവരങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ, കിട്ടുന്നേ വാങ്ങിച്ചു, ഒരു വിരോധമൊന്നുമില്ല. പക്ഷെ വചനം കാക്കാൻ ഒരു ഹൃദയം ഉണ്ടായിരിക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ചിലപ്പോൾ പറയുമല്ലോ, ആ പ്രവാചകൻ ദൂതൊക്കെ ശരിയാ, പക്ഷെ ജീവിതം ശരിയല്ല. ആ പ്രസംഗകന്റെ പ്രസംഗമൊക്കെ നല്ലതാ, ജീവിതം ശരിയല്ല. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും വചനം കാണും. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, അങ്ങനെ നീ വചനം കാത്താൽ, ദൈവാത്മാവ് ദൂത് പറയാൻ പോവാ, നീ വചനം കാത്താൽ, ദൈവവചനത്തെ നീ റെസ്പെക്ട് ചെയ്താൽ, ദൈവവചനത്തെ നീ ഹോണർ ചെയ്താൽ, if you honor the word of God, you will see the new door which is going to be opened for you. ദൈവം നിനക്ക് വേണ്ടി
തുറക്കുന്ന ഒരു വാതിൽ നീ കാണാൻ പോവുകയാണ്. വചനത്തെ സ്തോത്രം കയ്യിലെടുത്താൽ ഒരിക്കലും വചനം നിന്നെ കൈവിടുകയില്ല. ഈ വചനത്തെ ചുമന്നിട്ടുള്ള സകലർക്കും ദൈവം ഒരു വഴി തുറന്നു കൊടുത്തിട്ടുണ്ട്, ഒരു മാർഗം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ആത്മീയ മാർഗമാകട്ടെ, അത് ഭൗതിക മാർഗമാകട്ടെ, ഈ വചനത്തെ ഞാൻ സ്നേഹിച്ചതാണ്. എന്റെ ജീവിതത്തിലെ നന്മ എന്ന് പറയുന്നതിനകത്ത് എനിക്ക് ലജ്ജയില്ല. ഈ വേദപുസ്തകം എടുത്തത് കൊണ്ട് ലോകത്തിന്റെ അനേക രാജ്യങ്ങളിൽ ദൈവം നമ്മെ കൊണ്ടുവന്നില്ലേ? സ്തോത്രം. ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കായി 1-2 നിമിഷം സ്തോത്രം ചെയ്താട്ട്. ശബ്ദരാരകൾ ഖരാധികാരക പ്രിയ സഹോദര, നിന്റെ ഉപജീവന മാർഗത്തിന് വേണ്ടി ഒരു ദൈവം ഒരു വഴി തുറന്നു തന്നില്ലേ? ഒന്ന് സ്തോത്രം ചെയ്ത്. ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറന്നു തന്നില്ലേ? ഒന്ന് സ്തോത്രം ചെയ്ത്. സ്തോത്രം. ഞാൻ 100% വിശ്വസിക്കുന്നു പ്രിയ ജോജി പാസ്റ്ററും കുടുംബവും ദൈവത്തിന്റെ വചനത്തെ മാനിച്ചത് കൊണ്ട് ഈ ഓസ്ട്രേലിയ രാജ്യത്ത് ദൈവം ശുശ്രൂഷയ്ക്കൊരു വഴി തുറന്നു കൊടുത്തു. സന്തോഷമുള്ളവരൊന്ന് സ്തോത്രം ചെയ്താട്ട്. എല്ലാവരും അല്പസമയം കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ട്. ആമേൻ. ജീസസ്. ജയിക്കുന്നവരെ ഞാൻ ആലയത്തിന് തൂണാക്കും. ഇവിടെ ദൈവസഭയ്ക്ക് ചുമൽ കൊടുക്കുന്ന ദൈവത്തോട് എനിക്ക് പറയാനുള്ളത്, സ്വർഗത്തിലെ ദൈവം അവിടെയും നിന്നെ തൂണാക്കി നിർത്തും. മറക്കരുത്. സ്തോത്രം. ഏഷ്യ മൈനറിലെ 7ാമത്തെ സഭയാണ് ലവോദിക്ക സഭ. ഈ സഭയുടെ പ്രത്യേകത വലിയ രസമാണ്. ശീതവാനുമല്ല, ഉഷ്ണമാനുമല്ല, ശീതോഷ്ണമാണ്. ലൂക്ക്വാം കണ്ടീഷനാണ്. ഈ സഭ സെൽഫ് ബോസ്റ്റിംഗ് ചർച്ചാണ്. എപ്പോഴും ഒരു പറയുന്നത് എന്നാന്നറിയാമോ? ഞങ്ങളുടെ ലവോദിക്ക സഭ ആരാ നിങ്ങൾക്കറിയാമോ? ഞങ്ങൾ ധനവാന്മാരാണ്, സമ്പന്നരാണ്, എനിക്കൊന്നിനും മുട്ടില്ല. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ആരാധനാലയത്തിന് ആരാധനാലയം, സെമിട്രിക്ക് സെമിട്രി, ആവശ്യത്തിന് വിശ്വാസികൾ, ബൈബിൾ കോളേജിന് ബൈബിൾ കോളേജ്, ക്വാളിഫൈഡ് ടീച്ചേഴ്സ് ആൻഡ് പ്രീച്ചേഴ്സ് എല്ലാം ഉണ്ട്. ഒറ്റ നോട്ടത്തിൽ ഒരു കുറവുമില്ല. പക്ഷെ ഹൃദയങ്ങളെ ശോധന ദൈവം പറയുക, നീ നിർഭാഗ്യവാനാണ്, നീ അരിഷ്ടനാണ്, നീ ദരിദ്രനാണ്, നീ കുരുടനാണ്, നീ നഗ്നനാണ്. സ്തോത്രം. ഇന്ന് ലോകത്തിൽ മനുഷ്യൻ ഊറ്റം കൊള്ളുന്നത് മെറ്റീരിയൽ ബ്ലെസ്സിങ്സിലാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന നോക്കിയാൽ മതി. നമ്മുടെ പ്രാർത്ഥനയുടെ സിംഹഭാഗവും ആത്മീയമായി ബന്ധപ്പെട്ടതല്ല. കർത്താവേ, എന്റെ മോനൊരു ജോലി കിട്ടണേ, നല്ല ശമ്പളം കിട്ടണമേ, എന്റെ കുഞ്ഞിന് നല്ല വിദ്യാഭ്യാസം കിട്ടണേ, കർത്താവേ അത് കിട്ടണേ, ഇത് കിട്ടണമേ, ഇങ്ങനെ കിട്ടണമേ, തരണമേ, ചെയ്യണമേ എന്നുള്ള ഭൗതികമായിരിക്കുന്ന അപേക്ഷകൾ നിറച്ചു വെച്ചിരിക്കുക ദൈവത്തിന് മുൻപാകെ. എന്നാൽ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകണം. എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ പരിശുദ്ധാത്മാവിൽ നിറയുവാൻ എന്നെ സഹായിക്കണമേ, അന്യഭാഷകൾ സംസാരിപ്പാൻ എന്നെ സഹായിക്കണമേ, രോഗശാന്തിയുടെ വരവ് എനിക്ക് തരണമേ, ഭൂതങ്ങൾ വിട്ടുപോകുവാനുള്ള കൃപാവരം എനിക്ക് തരണമേ, സുവിശേഷം പറയാൻ ഒരു താലന്ത് എനിക്ക് തരണമേ.
ദൈവിക വിഷയമായി സമ്പന്നത പ്രാപിപ്പാണ് പ്രാർത്ഥനയ്ക്ക് ഈ ദിവസങ്ങളിൽ ആക്കം കൂട്ടണം. ജീസസ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. സ്തോത്രം. ലവോദിക്ക സഭയ്ക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, ലോക സമ്പന്നതയല്ല, ദൈവിക വിഷയമായി സമ്പന്നത വേണം. അതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്ന് നീ വിലയ്ക്ക് വാങ്ങണം. അതായത് പരിശോധനയിൽ നഷ്ടപ്പെടാത്ത വിശ്വാസം ജീവിതത്തിൽ വേണം. ഹല്ലേലൂയ. നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം നീ ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പ് നീ വിലയ്ക്ക് വാങ്ങണം. ഉപദേശ വിശുദ്ധി, ജീവിത വിശുദ്ധി, അത് വില കൊടുത്തെങ്കിലേ കിട്ടുകയുള്ളൂ. അത് വില കൊടുത്തെങ്കിലേ ചെയ്യാൻ കഴിയുകയുള്ളൂ. മറക്കരുത്. സഭയോട് പറയുകയാണ്, നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് നിന്റെ കണ്ണിൽ എഴുതുവാൻ ലേവം വാങ്ങിക്കണം. കൺമഷിയുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്. സ്തോത്രം. ആരെങ്കിലും ദർശനം നഷ്ടപ്പെട്ട നിലയിൽ എന്റെ ദൈവത്തിന്റെ വചനം കേൾക്കുന്നെങ്കിൽ, കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടവർ ആരെങ്കിലും ബൈബിൾ സ്റ്റഡിക്കകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, ലക്ഷ്യം നഷ്ടപ്പെട്ടവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, പ്രിയ കുഞ്ഞെ, സഹോദര സഹോദരി, നീ വിശ്വാസം നീ വിലയ്ക്ക് വാങ്ങണം. വിശുദ്ധി നീ വിലയ്ക്ക് വാങ്ങണം. ദർശനം നീ വിലയ്ക്ക് വാങ്ങണം. അത് നീ ചെയ്യുന്നില്ലെങ്കിൽ your master is going to rebuke and punish you. നിന്റെ യജമാനൻ നിന്നെ ശാസിക്കാനും ശിക്ഷിക്കാനും പോവുകയാണ്. ഇരുപതാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ഞാൻ കർത്താവ് ഇവിടെ പോയി. സമ്പന്നത എല്ലാം കൂടിയപ്പോൾ കർത്താവ് വീടിന് പുറത്തുപോയി, ഹൃദയത്തിൽ നിന്ന് വെളിയിൽ പോയി, സഭയിൽ നിന്ന് പുറത്തുപോയി. ജീസസ്. വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിലെ ഞാൻ ഒരു കാര്യം പറയാം. ഭൗതികമായിട്ട് $1 നിന്റെ പേഴ്സിൽ ഇല്ലാതെ വന്നാലും നിന്റെ വിശ്വാസം നഷ്ടപ്പെടരുത്. ഒരു $10 എടുക്കാൻ നിനക്ക് കഴിയാതെ വന്നാലും നിന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകരുത്. ജീസസ്. ഉദ്ദേശിച്ച ഒരു കാര്യവും നടന്നില്ലെങ്കിലും നിന്റെ ദർശനം നഷ്ടപ്പെട്ടു പോകല്ലേ. കർത്താവിനെ പുറത്തു കളഞ്ഞിട്ട്, ആത്മീയം വിറ്റ് കളഞ്ഞിട്ട്, കൃപാവരെ ഉപേക്ഷിച്ചിട്ട്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ട് ഒരു നന്മയും നീ സമ്പാദിക്കരുത്. അത് നിനക്ക് ശുഭമായിരിക്കില്ല. ലവോദിക്ക സഭയോട് പറയുക, നീ ജയിച്ചാൽ സിംഹാസനത്തിൽ ഇരിക്കാൻ വരം തരും. ജയിക്കുന്നവന് ഇവിടെ ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഒരു സിംഹാസനം ദൈവം നിനക്ക് തരും. സ്തോത്രം. താങ്ക് യു ലോർഡ്. പിതാവിന്റെ വലതുഭാഗത്തിന്റെ കർത്താവ് ഇരുന്ന പോലെ കർത്താവിനോടൊപ്പം നമ്മെ ഇരുത്താമെന്നാ പറഞ്ഞേക്കുന്നത്. ജീസസ്. താങ്ക് യു ലോർഡ്. വേഗത്തിൽ മുന്നോട്ട് വരട്ടെ, സമയം തീരാറായല്ലോ. 7 സഭകളുടെ സമ്മറി ഞാൻ വേഗത്തിൽ ഒന്ന് പറഞ്ഞുവിടാം. പറഞ്ഞതാണെങ്കിലും എഫെസോസ് സഭയുടെ കുറവ് ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ആ എഫെസോസ് സഭയുടെ കാലഘട്ടം സഭാ പീരീഡ് 7 ആയിട്ട് തരംതിരിച്ചാൽ AD 30 മുതൽ 100 വരെയാണ്. രണ്ടാമത്തെ സ്മിർന സഭ, ഫെയ്ത്ത്ഫുൾ ഇൻ ട്രയൽ,
പരിശോധനകളിൽ വിശ്വസ്തയായി നിന്ന സഭയാ. സ്തോത്രം. നമുക്കറിയാം, റോമൻ പ്രോസിക്യൂഷന്റെ കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. AD 100 മുതൽ 313 വരെയുള്ള കാലഘട്ടമാണ് ദൈവസഭയ്ക്ക് സ്മിർനയുടെ അനുഭവം ഉണ്ടായത്. മൂന്നാം സഭ പെർഗമോ സഭയാണ്. The compromising church, the church of the age of Constantine. കുസ്തന്തീനോസ് ചക്രവർത്തിയുടെ കാലം, പ്രത്യേകിച്ച് 313 മുതൽ AD 600 വരെയുള്ള കാലഘട്ടം നാം പരിശോധിച്ചാൽ ദൈവസഭ ലോകത്തോട് കോംപ്രമൈസ് ചെയ്തു. ആ ഒരു കാലഘട്ടം മറക്കരുത്. അടുത്തത് തുയഥേര സഭ, ദ കറപ്റ്റ് ചർച്ച്. കറക്റ്റ് അല്ല, കറപ്റ്റ്, അശുദ്ധ സഭ, ദ ഡാർക്ക് ഏജ്. തുയഥേര സഭയുടെ കാലഘട്ടത്തെ ഇരുണ്ട യുഗം എന്നറിയപ്പെടുന്നത്. നിങ്ങൾ ചരിത്രമൊക്കെ പഠിക്കണം. AD 600 മുതൽ 1517 വരെയുള്ള കാലഘട്ടം പരിശോധിച്ചാൽ ദൈവസഭ ഇരുണ്ട കാലഘട്ടത്തിൽ കൂടെ പോയ കാലഘട്ടമാണ്. അഞ്ചാമത്തെ സർദീസ് സഭ, ദ ഡെഡ് ചർച്ച്, മരിച്ച സഭ, ദ ചർച്ച് ഓഫ് ദി റെഫോർമേഷൻ. ഈ കാലഘട്ടത്തിലാണ് നവീകരണം ഉണ്ടായത്. മാർട്ടിൻ ലൂതറിന്റെയും കാൽവിന്റെയും ഒക്കെ കാലം. ആറാം സഭ ഫിലദൽഫിയ സഭ, സ്മോൾ ബട്ട് ഫെയ്ത്ത്ഫുൾ. അല്പമേ ശക്തിയുള്ളെങ്കിലും ദൈവവചനം കാത്ത വിശ്വസ്ത സഭ. The church of the great missionary movement. വില്യം കേറി, ജോൺ ബെനിയൻ ഒക്കെ ശക്തമായി ദൈവത്തിന് വേണ്ടി നിന്നൊരു കാലഘട്ടമായിരുന്നു ഫിലദൽഫിയ സഭയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഏഴാമത്തേത് ലവോദിക്ക കാലഘട്ടം. ശീതമാനുമല്ല ഉഷ്ണമാനുമല്ല, വിശ്വാസത്യാഗത്തിന്റെ കാലം. ആ കാലം 1900 ആരംഭിച്ചിട്ട് ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നു. നമ്മുടെ കർത്താവ് വരുന്നത് വരെ തുടരും. ഇത് ലവോദിക്ക കാലഘട്ടമാ. ഒന്ന് ചോദിച്ചു നോക്കി, എന്തിനാ കുറവ് നമുക്കുള്ളത്? പക്ഷേ വിശ്വാസമുണ്ടോ, വിശുദ്ധിയുണ്ടോ, ദർശനമുണ്ടോ എന്ന് ശ്രദ്ധിച്ചു നോക്കണം. സ്തോത്രം. ഇതാണ് ഏഷ്യ മൈനറിലുള്ളതായിരിക്കുന്ന 7 സഭകൾക്കുള്ള ദൂത് ചുരുക്കത്തിൽ പറഞ്ഞത്. സ്തോത്രം. ഇനി മൂന്നാമത്തെ ഡിവിഷനാണ് മേലാൽ സംഭവിക്കാനുള്ളത്, ദ ഫ്യൂച്ചർ ഈവന്റ്സ്. വെളിപ്പാട് ദിവസം 4-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെയുള്ള കാലഘട്ടം ദൈവസഭയുടെ എടുക്കപ്പെടൽ അല്ലെങ്കിൽ കർത്താവിന്റെ വരവ്. ഇനി സംഭവിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. ഇനി സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതം യേശുവിന്റെ വരവാണ്. സ്തോത്രം. അടുത്തത് ക്രിസ്തുവിന്റെ ന്യായാസനം. അപ്പോൾ ഭൂമിയിൽ മഹോദര കാലഘട്ടം. 7 മുദ്ര, 7 കാഹളം, 7 ക്രോധകലശം, ഹർമഗദോൻ യുദ്ധം, ഗോഗുമാഗോഗ് യുദ്ധം, അങ്ങനെ അനേക സംഭവങ്ങളുണ്ട്. യേശുവിന്റെ മഹത്വ പ്രത്യക്ഷത. The throne of glory. യേശുവിന്റെ തേജസ്സിന്റെ സിംഹാസനം. 1000 ആണ്ട് വാഴ്ച, ഗോഗുമാഗോഗ് യുദ്ധം, വലിയ വെള്ളസിംഹാസനം, പുതിയ യെരൂശലേം, നിത്യത. ഇതാണ് കർത്താവിന്റെ വരവിന് ശേഷം ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നത്. കർത്താവ് അനുവദിച്ചാൽ നാളെ രാവിലെ യേശുവിന്റെ വരവിനെ കുറിച്ചും അനന്തര സംഭവങ്ങളെ കുറിച്ചും നാം ചിന്തിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയോടെ കടന്നു വരിക. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇത്രയും സമയം ദൈവവചനം ശ്രദ്ധിച്ചവർക്ക് ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു.